കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം ഒരിക്കലൂടെ ദൈവത്തിൻ്റെ വചനവുമായി അല്പസമയം നിങ്ങളുമായി ആയിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല ചിന്ത വചനത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് ആയിരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ ദൈവത്തിൻ്റെ നിരവധി പ്രത്യേകതകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ സംസാരിക്കാനിടയായിട്ടുണ്ട്. ഇവിടെ ഇന്ന് പകൽ ചിന്തിക്കുന്ന വിഷയം നമ്മുടെ ഭയത്തെ മാറ്റുന്ന ദൈവം. ജനിച്ചു വീഴുന്ന എല്ലാവർക്കും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രായമുള്ളവർക്കും ഭയം എന്നൊരു വികാരം എല്ലാവർക്കുമുണ്ട്. അതൊരു വികാരമാണ് ഭയം. ഒത്തിരി പേടിയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പലതിനെയും പേടിക്കുന്ന മനുഷ്യരെ. എന്നാൽ ആ ഒരു അർത്ഥത്തിലല്ല ഇവിടെ ഭയമെന്ന് പറയുന്നത്. ദൈവത്തെ ഭയക്കുക, മനുഷ്യനെ ഭയക്കുക, മാതാപിതാക്കളെ ഭയക്കുക, ഗുരുക്കന്മാരെ ഭയക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 18-19 അധ്യായങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് യഹൂദ രാജാവായ ഹിസ്കിയാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. തൻ്റെ ശത്രുവായിരുന്ന അശൂർ രാജാവായ സെൻഹരീബും തൻ്റെ സൈന്യം കൂടെ ഹിസ്കിയ രാജാവിന് നേരെ യുദ്ധത്തിന് വരുമ്പോൾ സെൻഹരീബിൻ്റെ ചില വാക്കുകൾ നിമിത്തം ഭയപ്പെട്ടു പോകുന്ന ഹിസ്കിയാവിനെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ ഹിസ്കിയാവിനെ കുറിച്ച് പറയുന്നത് അവൻ 25 വയസ്സായിരുന്നവൻ അധികാരത്തിൽ വന്നപ്പോൾ. അവൻ 29 വർഷം യഹൂദ ജനത്തെ ഭരിച്ചു. അവൻ്റെ പ്രത്യേകതകൾ അവിടെ 18-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി, വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു, അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു, മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് രൂപം കാട്ടി വന്നു. അതിന് നെഗുഷ്ടാൻ എന്ന പേരായിരുന്നു. അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവൻ യഹോവയോട് ചേർന്നിരുന്ന അവനെ വിട്ടുമാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെ കൃതാർത്ഥനായി വന്നു. അവൻ അശൂർ രാജാവിനോട് മത്സരിച്ചു അവനെ സേവിക്കാതിരുന്നു. അവൻ ഫെലിസ്ത്യരെ ഗസയോളം തോൽപ്പിച്ചു. കാവൽക്കാരെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെ അതിൻ്റെ പ്രദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു. ഹിസ്കിയാവിനെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങളെ വിശുദ്ധ തിരുവെഴുത്തിനകത്ത് നമുക്ക് രേഖപ്പെടുത്തുവാനുണ്ട്. എന്നാൽ ഹിസ്കിയാവിനെതിരെ തന്ത്രങ്ങൾ മെനയുന്ന അശൂർ രാജാവ്, ഹിസ്കിയാവിനെതിരെ യുദ്ധത്തിൽ പുറപ്പെടുന്ന അശൂർ രാജാവ്, എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അശൂർ രാജാവ്. എന്നാൽ ഈ വിഷയം യെശയ്യാ പ്രവാചകൻ്റെ ചെവിയിലെത്തിയപ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹിസ്കിയ രാജാവിൻ്റെ ഭൃത്യന്മാർ യെശയ്യാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാവ് അവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പറയേണ്ടതെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അശൂർ രാജാവിൻ്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം നീ ഭയപ്പെടേണ്ട. അവിടെ തമ്പുരാൻ പ്രവാചകനോട് പറയുന്നത് ദൈവത്തെയാണ് നിന്ദിച്ചിരിക്കുന്ന അശൂർ രാജാവ്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഞാനവനും ഒരു മനോവിഭ്രമം വരുത്തും. എന്നിട്ടോ അവനൊരു സ്തുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാനവനെ അവൻ്റെ സ്വദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. ദൈവത്തിൻ്റെ വചനം ആധികാരികമായി പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് ദൂത് ഹിസ്കിയ രാജാവിനോട് പറയുകയാണ്, നീ ഭയപ്പെടണ്ട, നിന്നെയല്ല നിന്ദിച്ചത്, എന്നെയാണ് നിന്ദിച്ചത്. ദൈവത്തെയാണ് അവൻ നിന്ദിച്ചത്, ദൈവത്തെയാണ് അവൻ പരിഹസിച്ചത്. അതിനുള്ള മറുപടി കൊടുക്കുവാൻ ദൈവത്തിനാണ് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൽ പഠിക്കുമ്പോൾ ഭയപ്പെടുവാൻ തക്കവണ്ണം ഒത്തിരി വാക്കുകൾ അശൂർ രാജാവ് പറഞ്ഞതായി 18-ന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നും ആരും അന്നുവരെ വിടുവിക്കപ്പെട്ടതായിട്ടുള്ള രക്ഷപ്പെട്ടതായിട്ടുള്ള ഒരു ചരിത്രവുമില്ല.
രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമില്ലെന്ന ഒരു വസ്തുതകൾ നിരത്തിയാണ് അശ്ശൂർ രാജാവ് ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അശ്ശൂർ രാജാവിൻ്റെ ചിന്തകളെയും ഭാവങ്ങൾക്കും അപ്പുറത്ത്, അവൻ്റെ കണക്കൂട്ടലുകൾക്കും അവൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്ത് എന്തു ചെയ്തു? ദൈവം അവിടെ പ്രവർത്തിക്കാനായിട്ടിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജനത്തെ ഭയപ്പെടുത്തുമ്പോൾ, പലരും ദൈവജനത്തെ ഒതുക്കുവാൻ നോക്കുമ്പോൾ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ പ്രവർത്തിക്കും. നോക്കിയേ, ആ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതുകയാണ്. അതിൻ്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരമ്പ് അവിടെ എയ്യുകയുമില്ല, അതിന് നേരെ പരിചയോടുകൂടി വരികയില്ല, അതിനെതിരെ വാട കോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. ദൈവമക്കളെ ആക്രമിക്കാൻ ഏത് വഴിക്ക് വന്നോ ആ വഴിക്ക് തന്നെ ശത്രുവിനെ മടക്കി അയക്കും. തീർന്നില്ല, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല. കാരണം ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിൻ്റെ ദൂതൻ കാവൽ നിൽക്കുന്നിടത്ത് ഒരിക്കലും ശത്രുവിന് കയറുവാൻ കഴിയത്തില്ല, അനുവദിക്കത്തില്ല. ദൈവമക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനകളും മറികടന്നുകൊണ്ട് ഒരുത്തിനകത്തേക്ക് കയറി തൻ്റെ ജനത്തെ ഒതുക്കുവാനോ നശിപ്പിക്കാനോ സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, ഹിസ്കിയാവിൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റിയെഴുതുന്ന ഒരു നല്ല നിമിഷമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിലേക്ക് ഇറങ്ങി 1,85,000 പേരെ ഒരു ദൂതൻ കൊന്നുകളഞ്ഞു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ രാവിലെ കണ്ണും തിരുമ്പി വന്ന് നോക്കുന്നത്, ആമേൻ, എന്താണ്? ശവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മുറ്റം, ശത്രുക്കളെല്ലാം ശവങ്ങളായി കിടക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ അശ്ശൂർ രാജാവായ സൻഹരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി. ദൈവത്തിൻ്റെ പ്രവചനം യെശയ്യാവിലൂടെ പറഞ്ഞത് എത്ര കൃത്യമായി ദൈവം നടപ്പിലാക്കി നോക്കി. അവൻ മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. അവൻ തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ ആ ദേവനെ നമസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ പുത്രന്മാരായ അദ്രമേലേക്കും ശരേസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാരത്ത് ദേശത്തേക്ക് ഓടിപ്പോയി. എത്ര നിരാശജനകമായ, എത്ര വല്ലാത്തൊരു സാഹചര്യം. എന്താണ്? ദൈവജനത്തെ ആക്രമിക്കുവാൻ, യഹൂദ ജനത്തെ നന്നായി ഭരിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ഭരണാധികാരിയായ ദൈവകൃപയെ കൈവശമാക്കിയ ഹിസ്കിയ രാജാവിനെ തോൽപ്പിക്കുവാൻ ചട്ടം കൂട്ടി ഇറങ്ങിയ അശ്ശൂർ രാജാവായ സൻഹരീബിൻ്റെ അന്ത്യം കണ്ടോ? അവൻ്റെ പുത്രന്മാർ എന്തു ചെയ്തു? അവനെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. ദൈവത്തിൻ്റെ അരുളപ്പാട് എത്ര കൃത്യമാണ് പ്രിയരെ. അതുകൊണ്ട് ഈ ചെറിയ സന്ദേശത്തിലൂടെ എന്നെ കേൾക്കുന്ന മത്സരമുള്ള പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ള കാര്യം, ഇങ്ങനെയുള്ള പല വാക്കുകളും പലരും നമ്മളോട് പറഞ്ഞ് നമ്മെ ഭയപ്പെടുത്തും, പലരും നമ്മെ വെല്ലുവിളിക്കും, പലരും നമ്മളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കും, തളർത്തിക്കളയും, നമ്മെ നിരാശയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കാൻ കഴിയണം. നമ്മൾ പലരുടെ വാക്ക് കേൾക്കുമ്പോൾ നമ്മളും ചിന്തിക്കും, എൻ്റെ ഈ രോഗം ആർക്കെങ്കിലും മാറ്റാൻ കഴിയുമോ? ഒരു മാറാരോഗം പിടിപെട്ടു, പലരും അത് മുഖാന്തരം മരണപ്പെട്ടു പോയി. എനിക്കും ഇത് പിടിപെട്ടാൽ ഈ രോഗത്തെ ആർക്കും മാറ്റാൻ കഴിയും? പ്രിയ സ്നേഹിതരെ, മരിച്ച് നാറ്റം വെച്ച ലാസറിനെ 4-ാമത്തെ ദിവസം ഉയർപ്പിച്ച ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തിനൊപ്പം പറയാൻ മറ്റൊരു പേരുമില്ലാത്തത് കൊണ്ട് ഏത് വലിയ രോഗമാണെങ്കിലും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയും. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? പ്രശ്നത്തോട് പ്രശ്നമോ, ഒന്നിൽ നിന്നും ഒന്നിലേക്ക്, എരുതിയിൽ നിന്നും വറച്ചട്ടിലേക്ക് എന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങളുടെ കുമ്പാരത്തിൽ കിടക്കുന്നു, എന്നെ വിടുവിക്കാൻ ആർക്ക് കഴിയും? പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ ചോദിക്കും, ഈ എക്സാം എനിക്ക് പാസ്സാകാൻ കഴിയുമോ? ഈ പരീക്ഷയിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമോ? എനിക്ക് നല്ല മാർക്ക് ലഭിക്കുമോ? എനിക്ക് വിജയിക്കാൻ കഴിയുമോ? ഭാരപ്പെടേണ്ട, നീ പ്രാർത്ഥിച്ചു കൊണ്ടെഴുത്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിൻ്റെ ജ്ഞാനത്തെ ദൈവം വിശാലമാക്കും, വർദ്ധിപ്പിക്കും. കടഭാരത്തെ മാറ്റാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയുമെന്നേ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. പല ചെറുപ്പക്കാർ ചോദിക്കുന്നുണ്ട്, ഈ അവസ്ഥയിൽ എൻ്റെ വിവാഹം നടക്കുമോ? നല്ലൊരു ജോലിയില്ല, നല്ലൊരു സാഹചര്യമില്ല, കുടുംബ പശ്ചാത്തലമില്ല, എനിക്കെങ്ങനെ ഒരു വിവാഹം നടക്കും? പ്രിയമുള്ളവരെ, ദൈവം തക്ക തുണ ഒരുക്കുവാൻ ദൈവശക്തനാണ്.
ദൈവം മാനിക്കുന്നൊരു ദിവസമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ കഴിയണം. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിൽ എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുമോ? നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മാനദണ്ഡം കൊണ്ടല്ല, കുടുംബത്തിൻ്റെ മാനദണ്ഡം കൊണ്ടല്ല, പശ്ചാത്തലം കൊണ്ടല്ല, പാരമ്പര്യ ശ്രേഷ്ഠത കൊണ്ടല്ല. ദൈവത്തിനെ മാനിക്കാൻ ആഗ്രഹിച്ചാൽ, ദൈവത്തിനെ ഉയർത്തുവാൻ ആഗ്രഹിച്ചാൽ ആർക്കും അതിനെ തടയുവാൻ കഴിയത്തില്ല, ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ സന്ദേശത്തിനൂടെ വിരാമമിടുമ്പോൾ ആമേൻ ഞാൻ ഒരിക്കലും വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നല്ല ചെയ്ത ആ നല്ല ദൈവത്തിൽ ആശ്രയിക്കുവാൻ. ഹിസ്കിയാവിനെ തോൽപ്പിക്കാൻ വന്ന അശ്ശൂർ രാജാവിനെ സ്വപുത്രന്മാർ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അവൻ്റെ രക്തം അവൻ ആരാധിച്ചിരുന്ന ദേവൻ്റെ മുമ്പിൽ വീഴാനിടയായി. പ്രിയ സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മെ തോൽപ്പിക്കാനൊരു ശക്തിക്കും കഴിയത്തില്ല. ലോകത്തെ ജയിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ കർത്താവിൽ ആശ്രയിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ അവസാനം കുറിക്കട്ടെ.